ഹലോ. ഇന്ന് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിൽ നല്ലൊരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ. ഈ ഒരു പൊട്ടറ്റോ ഫ്രൈ, ലൈം റൈസ്, കേർഡ് റൈസ്, നമ്മുടെ സാധാരണ റൈസ്, അതിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ്. ഈ പൊട്ടറ്റോ ഫ്രൈക്ക് നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള നിലക്കടലയൊക്കെ പൊടിച്ചിട്ടിട്ടുള്ള നല്ലൊരു റൈസ് റെസിപ്പി ഞാൻ അടുത്തതായിട്ട് കാണിക്കാമേ. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു സ്പെഷ്യൽ പൊടി തയ്യാറാക്കണേ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ആ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഉഴുന്നും 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് അതിനൊരു മണമൊക്കെ വന്ന് ചെറുതായിട്ട് നിറമൊക്കെ മാറി തുടങ്ങുമ്പോൾ വേണം നമുക്കതിലോട്ട് വറ്റൽമുളക് ചേർക്കാനുണ്ട്. വറ്റൽമുളക് ഞാൻ പിരിയമുളകാണ് ചേർക്കുന്നത്, ഒരു 8 എണ്ണം ചേർക്കുന്നുണ്ട്. നിങ്ങൾ സാധാരണ വറ്റൽമുളകാണ് ചേർക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു 7 8 എണ്ണം ചേർക്കാം കേട്ടോ. കാശ്മീരി ഡ്രൈ ചില്ലി ആകുമ്പോഴത്തേക്കും നല്ല നിറം ഉണ്ടാവും, എന്നാൽ വലിയ എരിവും കാണത്തില്ല. അപ്പം നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 8 സാധാരണ വറ്റൽമുളക് ചേർത്താൽ മതിയേ. ഈ പൊടി ഉണ്ടാക്കിയാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിക്കും ഉണ്ടാക്കാം. ശരിക്കും ഞാനിത് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിപ്പൊടിയാണ്. ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചാലിച്ചിട്ട് മുക്കി കഴിക്കത്തില്ലേ, ആ ഒരു പൊടിയാണ് തയ്യാറാക്കുന്നത്. അപ്പം ഈ പൊടി തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലിപ്പൊടിയായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാമേ. ശരിക്കും സാധാരണ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയിൽ നിന്നും ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഈ ഒരു പൊടിയും പിന്നെ ഇതിന് കുറേ പ്രത്യേക ചേരുവകളുണ്ട്, അതെല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് 1/4 ടീസ്പൂൺ വെളുത്ത എള്ളാണ്. അതുകൊണ്ട് ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതെല്ലാം ഫ്രൈ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ചും എള്ളിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ചുകൂടെ കുറയ്ക്കണം. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ. ഇനിയിപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിനകത്തൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്, കായപ്പൊടി. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി കായപ്പൊടിയാണ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. എന്നിട്ട് അതും കൂടെ ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് തണുക്കാൻ അനുവദിക്കണം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മിക്സർ ചെറിയ ജാറിലോട്ടാക്കി ഇതൊന്ന് പൊടിച്ചെടുക്കണേ. വളരെ നന്നായിട്ട് അങ്ങ് പൊടിക്കേണ്ട. ഇത് നമുക്ക് ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോഴായാലും ചെറിയ തരിയോടെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇപ്പം ഞാൻ കുറച്ച് വലിയ ക്യൂബ്സായിട്ട് മുറിച്ച് എടുത്തിരിക്കുന്നത് ഒരു 650 ഗ്രാം പൊട്ടറ്റോ ആണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. നല്ലെണ്ണയും പിന്നെ ഒരു 1-1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഇതൊരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വേണമെന്നുണ്ടെങ്കിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ ഈ ഒരു റെസിപ്പി ശരിക്കും നല്ലെണ്ണയിലാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്കത് അടച്ച് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ. ഇപ്പോൾ ആ പാനിലോട്ട് എടുത്തിരിക്കുന്നത് വീണ്ടും 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടെയാണ്. ആ എണ്ണ ചൂടായപ്പോഴത്തേക്കും 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് ക്യുമിൻ സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇളക്കിയിട്ട് ഇത് നടുക്കോട്ട് ചിലപ്പോൾ ഒരു ഇച്ചിരി വെള്ളം കാണും ആ ഉരുളക്കിഴങ്ങിൽ നിന്ന് ഊർന്നു വന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നടുക്കോട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യണേ. നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലുമായിട്ട് മാറി മാറി വെച്ചിട്ടേ കുക്ക് ചെയ്യാവുള്ളൂ. നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നടുക്കോട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അടച്ചു വെച്ച് തന്നെയാണ് കുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇപ്പം ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ഹൈപ്പ് ചെയ്യാനും വിട്ടുപോകല്ലേ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, 2-3 പ്രാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഇളക്കം കൂടെ കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പം നമുക്ക് 2 ചേരുവകളും കൂടെ അതിനകത്ത് ചേർക്കാനുണ്ട്. ഇപ്പം ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ ലെവലായിട്ട് പച്ചരിപ്പൊടിയാണ്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മുമ്പേ ഉണ്ടാക്കിയ പൊടിയില്ലേ, അതിൻ്റെ ഒരു 2.5 ടേബിൾ സ്പൂണാണ് ഞാൻ ആദ്യം ചേർത്ത് ഇളക്കി കൊടുത്തത്. ഇതൊക്കെ ചേർക്കുമ്പോഴേക്കും നന്നായിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്. 2.5 ടേബിൾ സ്പൂൺ ലെവലായിട്ട് ഇട്ട് കൊടുത്തത് പോരാന്ന് തോന്നിയത് കൊണ്ട് ആ ഇഡലിപ്പൊടി ഉണ്ടാക്കിയതെന്ന് വീണ്ടും ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പം ഞാൻ ഇഡ്ഡലിപ്പൊടി മൊത്തമായിട്ട് ചേർത്ത് കൊടുത്തത് 3 ടേബിൾ സ്പൂണാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണേ. ദേ കണ്ടല്ലോ, തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മയമായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷേ ഒട്ടും കുഴഞ്ഞു പോയിട്ടുമില്ല. നമുക്ക് സാധാരണ ചോറിൻ്റെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ഒഴിച്ചുകറിയും ഈ ഒരു പൊട്ടറ്റോ ഫ്രൈയും മാത്രം മതി കേട്ടോ, നല്ല സ്വാദോടെ ചോറുണ്ണാനായിട്ട്. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്